ഹായ്, ഞാൻ ഡോക്ടർ വൈശാഖ്, പീഡിയാട്രീഷ്യനാണ്. സോ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കും കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 മാസം മുതൽ 6 മാസം വരെ പ്രായത്തിലുള്ള കുട്ടികളിലെ അനീമിയ. നമുക്ക് എല്ലാവർക്കും അറിയാം അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. അത്ര സിമ്പിളായിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും പല കാരണങ്ങളുണ്ടാവാം അനീമിയയ്ക്ക്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ലോകത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ ഇരുമ്പ് സത്തിൻ്റെ കുറവ് കൊണ്ടുള്ള അനീമിയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അനീമിയ എന്ന് പറയുന്നത്. അയൺ മാത്രമല്ല, വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയ വേറെയും പോഷകങ്ങളും ഈ കുറവ് കാരണം കൊണ്ടും അനീമിയ ഉണ്ടാവാം. ന്യൂട്രീഷണൽ അനീമിയ അല്ലാണ്ട് ഇൻഫെക്ഷൻസ് ലൈക്ക് മലേറിയ ഇതൊക്കെ അനീമിയ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജനിതക രോഗങ്ങളായിട്ടുള്ള തലസീമ പോലത്തുള്ള കണ്ടീഷനൊക്കെ അനീമിയ ഉണ്ടാക്കാം. അനീമിയ ഒരു വില്ലനാണോ എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ആളൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും ശരി, ആ ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു വില്ലൻ തന്നെയാണ് ഈ അനീമിയ എന്ന് പറഞ്ഞു വെച്ചാൽ. ഇപ്പം ഞാൻ പറയുന്നത് 3 മാസം മുതൽ 6 മാസം വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യമാണ്. അതായത് വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ അവരുടെ ബുദ്ധി വികാസത്തിന്, അതായത് അവരുടെ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ ഡെവലപ്മെൻറ്റിന് അയൺ ഡെഫിഷ്യൻസിയും അതേപോലെ ഈ അനീമിയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളതിന് നമുക്ക് ധാരാളം തെളിവുകളും പഠനങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികളിൽ കാണുന്ന ഫിറ്റ്സ്, ഫെബ്രൽ സീഷേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതും അയൺ ഡെഫിഷ്യൻസി ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ഒരുപാട് കൂടുതലാണെന്നുള്ളതിനും പഠനങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട്. സോ അനീമിയ ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്. അനീമിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അനീമിയ ഉണ്ടാവാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും പ്രശ്നമായിട്ട് അനീമിയ ഉണ്ടോ? നമുക്കതിന് WHO കണക്കെടുത്ത് നോക്കേണ്ടി വരും. WHO പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രദേശത്ത് ആൾക്കാരിൽ 40% കൂടുതൽ അനീമിയ ഉണ്ടോ ആ പ്രദേശങ്ങളൊക്കെ അനീമിയയുടെ ബേർഡൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബേർഡൻ ഉള്ള പ്രദേശങ്ങളാണെന്നാണ് WHO പറയുന്നത്. നമ്മുടെ അടുത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഡാറ്റയാണ്. അതിൽ കുട്ടികളുടെ ഡാറ്റ 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്കുള്ള ഡാറ്റ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടല്ല കളർ മൊത്തം ഒരേ കളറിൽ കാണുന്നത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം മാത്രം ഒരു കളർ വ്യത്യാസത്തിൽ കാണും. കേരളത്തിലുള്ള അനീമിയയുടെ പ്രിവലൻസ് വ്യാപ്തി എന്ന് പറയുന്നത് 39.5%. അതായത് 40% കുറച്ച് താഴെ. നമ്മൾ മോഡറേറ്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 40% മുകളിലാണ് അനീമിയയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. അത് കട്ട് ഓഫ് മാത്രമാണ് 40% എന്ന് പറയുന്നത്. നമ്മുടെ നാഷണൽ ആവറേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ 67% അനീമിയ എന്ന് പറയുന്നത്. ഞാൻ പഠനം നടത്തിയിട്ടുള്ളത് ജയ്പൂരിലായിരുന്നു, രാജസ്ഥാനിലെ സ്ഥിതി എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ 71% കുട്ടികളിൽ അനീമിയ എന്ന് പറയുന്നത്. അതൊരു 10 കുട്ടികൾ എടുക്കുകയാണെന്ന് വെച്ചാൽ 7 കുട്ടികൾക്കും അനീമിയ ഉണ്ട്. അതൊരു അത്യാവശ്യം വലിയ പ്രശ്നം തന്നെയാണ്. ഇതന്നെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ WHO പറയുന്നുണ്ട് ഏതൊക്കെ സ്ഥലത്ത് 40% കൂടുതൽ അനീമിയ ഉണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ അനീമിയ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. കാലങ്ങളായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ അനീമിയ ബാർ പോലുള്ള പോളിസീസൊക്കെ വഴി നമ്മൾ ഈ ഉപഭോക്താക്കൾക്ക് അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുത്തു വരുന്നു. നമ്മുടെ എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്സ് ആയിട്ടുള്ള സബ് സെൻറ്റേഴ്സും PSCസും അംഗൻവാടികളും സ്കൂളുകളൊക്കെ വഴി നമ്മൾ അയൺ സപ്ലിമെൻറ്റേഷൻ കൊടുത്തു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡാറ്റകളാണെന്നുണ്ടെങ്കിൽ ശരി, നമ്മുടെ നാഷണൽ പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ ശരി, എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് 6 മാസത്തിൽ മുകളിലുള്ള കുട്ടികളെയാണ്. 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളെ പറ്റിയിട്ട് ഒരു ഡാറ്റയില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ ശരി ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതായത് 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി ഡെലിവറി ചെയ്തിട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ആ കുട്ടിയുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാണ്ട് ഡെയിലി നീഡ്സിനുള്ളത് മുലപ്പാലം മാത്രം മതി. വേറെ കോംപ്ലിമെൻ്ററി ഫീഡൊന്നും ആദ്യത്തെ 6 മാസം ആവശ്യമില്ല. ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഒന്നും ആദ്യത്തെ 6 മാസത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷേ ഇന്ത്യയെ പോലെ ഇങ്ങനെ പോഷകാഹാരങ്ങളുടെ കുറവുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ബേർഡൻ വളരെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു കൺസെപ്റ്റ് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നത് അത്ര ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഈ കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അഫക്റ്റ് ആയിരിക്കാം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഈ ഇന്ത്യയിലുള്ള ഒരു ആവറേജ് വുമൺ, ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ BMI ഒക്കെ കുറവാണെന്ന് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് അനീമിയ ഉണ്ടെന്ന് വെക്കുക, ആ അമ്മയ്ക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് വെക്കുക, അതുമല്ലാന്നുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള അമ്മമാർ നിർബന്ധമായിട്ടും അയൺ ഫോളിക് ആസിഡ് എടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്, പക്ഷെ ഇവരൊന്നും എടുക്കുന്നില്ല എന്ന് വെക്കുക. ഞാൻ കേരളത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഇന്ത്യയിലെ മൊത്തം ഒരു ആവറേജ് വുമണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഫക്റ്റഡ് ആവില്ലേ?
ഒരു കുട്ടി ജനിച്ച് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസിൽ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ്. അതായത് ആ 1 മിനിറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ പ്ലസന്റയിൽ നിന്ന് ബ്ലഡ് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് 1 മിനിറ്റ് കൂടി ഒഴുകി എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ആക്റ്റീവായിട്ട് മിൽക്ക് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കും കൂടി ചെയ്യും കുട്ടിയുടെ ഭാഗത്തേക്ക്. എമൗണ്ട് വളരെ കുറവാണ് ആ ബ്ലഡിന്റെ, പക്ഷെ എന്നാലും ആ ഒരു കുറച്ച് ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ കൂടി അത് കുഞ്ഞിന്റെ അയൺ സ്റ്റോഴ്സിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അനീമിയ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നത് വളരെ വലുതാണ്. ഒക്കെ പോട്ടെ, കുഞ്ഞ് ഡെലിവറി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാരണം NICU അഡ്മിറ്റ് ആയി എന്ന് വിചാരിക്കാം. ടെസ്റ്റുകളും ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ടെസ്റ്റുകൾക്കായിട്ട് ബ്ലഡ് എടുക്കുന്നത് വളരെ കുറഞ്ഞ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കൂടി ആ കുറഞ്ഞ എമൗണ്ടും ബ്ലഡ് മതി. ആ കുട്ടിക്ക് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോസ് ആണ്. അത് കാരണം കൊണ്ടുണ്ടാവുന്ന ബ്ലഡ് ലോസ്, അത് കാരണം കൊണ്ടുണ്ടാവുന്ന അയൺ സ്റ്റോഴ്സിന്റെ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അങ്ങനെ പല കാരണങ്ങൾ ഈ കുട്ടികളുടെ അനീമിയെ എഫക്ട് ചെയ്യാം. ഒന്നുമില്ല, ഒരു 3 മാസത്തിന്റെ പ്രായത്തിനുള്ളിലുള്ള കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് തന്നെ അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് കുട്ടി അമ്മയുടെ വയറിന്റെ ഉള്ളിലെ എൻവിറോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അരുണ രക്താണുക്കളും RBCസും ഇതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ആവുന്നു. അപ്പോൾ പഴയ RBC ഒക്കെ പോയിട്ട് പുതിയ RBCs വരുന്ന സമയത്ത് ആ ഒരു നോർമലായിട്ട് ഒരു HB ഫോൾ ഉണ്ടാവുന്നത് നോർമലായിട്ട് കാണുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഫിസിയോളജിക്കൽ അനീമിയ എന്നാണ്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിൻ്റെ ഒന്നും ആവശ്യമില്ല, താനെ റെഡി ആയിക്കോളും. സോ ഈ ഒരു അറിവുകളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ എൻ്റെ പഠനം നടത്തുന്നത്. 3 മാസം മുതൽ 6 മാസം വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ, നമ്മുടെ നാട്ടിൽ അനീമിയയുടെ അതൊരു പ്രശ്നമായിട്ടുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ, ഈ കുട്ടികളിലുള്ള ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പഠനം നടക്കുന്നത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചിട്ടുള്ള കുട്ടികളുടെ ആശുപത്രിയായിട്ടുള്ള സർ പദമന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിയോണറ്റോളജി ആൻഡ് ചൈൽഡ് ഹെൽത്തിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലാണ്. സോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്ന 3 മാസം മുതൽ 6 മാസം വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെ എടുക്കുന്നു. വലിയ അസുഖങ്ങളൊന്നുമല്ല, ചെറിയ അസുഖങ്ങൾ, വയറിളക്കം, ഛർദി അല്ലെങ്കിൽ ശ്വാസമുട്ടലൊക്കെ ആയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ വലിയ അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വെന്റിലേഷൻ്റെ ആവശ്യം വരുന്നത്, ഡയാലിസിസിൻ്റെ ആവശ്യം വരുന്നത്, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, അങ്ങനെ വലിയ അസുഖങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ അസുഖം കാരണം അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചെറിയ അസുഖങ്ങൾക്ക്, ശ്വാസം മുട്ടലോ വയറിളക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ അങ്ങനത്തെ പോപ്പുലേഷനെ മാത്രം നമ്മൾ എടുക്കുന്നു. ജനിതക രോഗങ്ങളായിട്ടുള്ള ഡൗൺ സിൻഡ്രോം പോലത്തെ കുട്ടികളൊക്കെ നമ്മൾ ഈ പഠനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു, ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ. സോ ഈ കുട്ടികളിൽ നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുന്നു, ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കുന്നു. അനീമിയ ഉണ്ട്, അനീമിയ ഇല്ല. അനീമിയ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ അവരെ വിടുന്നു. അനീമിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അനീമിയ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ സ്മിയർ ആണ്. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നു, RBCസിന്റെ സൈസും ഷേപ്പൊക്കെ നോക്കിയിട്ട്. ചെറിയ RBCs ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. വലിയ RBCs ആണെന്നുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നോർമൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എന്ത് ടൈപ്പ് അനീമിയ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ഈ ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ ഈ 3 മുതൽ 6 മാസത്തിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ, എൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 450 ആയിരുന്നു. ഈ 450 കുട്ടികളിൽ പഠിച്ചപ്പോൾ അതിൽ 70% കുട്ടികൾക്കും അനീമിയ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് അവിടെ ആ സ്ഥലത്ത് എത്രയാണോ 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അനീമിയ ഉണ്ടായിരുന്ന അതേ ബർഡൻ തന്നെ 3 മാസം മുതൽ 5 മാസം വരെയുള്ള കുട്ടികളിലുണ്ട്. അതിൽ 97% അനീമിയ അയൺ ഡെഫിഷ്യൻസി അനീമിയ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇതിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻ അമ്മമാരിൽ അയൺ ഫോളിക് ആസിഡിന്റെ ഇൻടേക്കുമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അത്ര പോസിറ്റീവായിട്ടുള്ള, അത്ര സ്ട്രോങ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ആരോഗ്യസ്ഥിതിയായിട്ട് BMI ആയിട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ലൈക്ക് ഈ NICU സ്റ്റേ അല്ലെങ്കിൽ എന്താ പറയുക അംബിലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്തതിൻ്റെ ഡ്യൂറേഷൻ, ഇതൊന്നും ആയിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം എൻ്റെ പഠനത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് എൻ്റെ സ്റ്റഡീസിലെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ പഠനത്തിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റഡിയാണ്, ഇന്ത്യ മൊത്തമുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. ആ ഒരു സ്ഥലത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ നടത്തിയിട്ടുള്ള പഠനം അതെന്ന് പറഞ്ഞു വെച്ചാൽ പബ്ലിക്കിലെ റെപ്രസെൻറ്റേഷനും കൂടിയല്ല. അതൊരു ലിമിറ്റേഷനാണ് ഈ സ്റ്റഡിക്ക്. നമുക്ക് വേണ്ടത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പോലെ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉള്ള ഇതിന് നടത്തിയ പോലെ ഒരു വലിയൊരു പഠനമാണ് നമുക്ക് വേണ്ടത്. വേറൊരു കാര്യം എന്താണ് ലിമിറ്റേഷനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കെങ്കിലും ഡോക്യുമെന്റേഷൻസിന്റെ അഭാവം ഉണ്ടായിരുന്നു. അമ്മ പ്രഗ്നന്റ് ആയി ഇരുന്ന സമയത്ത് അമ്മയുടെ വെയിറ്റോ ഹീമോഗ്ലോബിനോ ഒക്കെ പലർക്കും അറിയണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ പഠനം നടത്തിയത്. സോ അതും ഈ പഠനത്തിന്റെ ഒരു ലിമിറ്റേഷനാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പഠനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കാത്ത പോലെയല്ല, 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്കും പോഷകാഹാരങ്ങളുടെ കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മളത് പഠിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. അത് അതേ സിവിയാരിറ്റിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസീസിന്റെ സ്ട്രെങ്തനിങ് ഇവിടെ ആവശ്യമുണ്ട്. അമ്മമാർ പലപ്പോഴും അയൺ ഫോളിക് ആസിഡ് കറക്റ്റായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള പോളിസീസ് നമ്മൾ കൂടുതലായിട്ട് എംപവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഈ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളെ പറ്റിയിട്ടും കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് അനീമിയ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പോളിസീസ് ഒക്കെ തന്നെ ആ ഒരു താഴത്തേക്ക് കൂടി 6 മാസം താഴത്തേക്കുള്ള കുട്ടികൾക്ക് കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായതും ഇതൊരു ഗവൺമെന്റ് തലത്തിലേക്ക് നിർദ്ദേശമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.